കേരളം കാത്തിരിക്കുന്ന ഒരു കേസിൽ 8.25 വർഷത്തിന് ശേഷം ഇപ്പോൾ വിധി അല്പസമയത്തിനകം വരും. കൃത്യം ഏതാണ്ട് 1 മിനിറ്റ് കൂടി കഴിയുമ്പോൾ കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഈ കേസ് വീണ്ടും പരിഗണിക്കും. പ്രോസിക്യൂഷൻ്റെയും ഒപ്പം തന്നെ പ്രതിഭാഗത്തിൻ്റെയും വാദങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. പ്രതികൾക്ക് പറയാനുള്ളതെല്ലാം കോടതി കേട്ടു. പ്രോസിക്യൂഷനും ഒപ്പം തന്നെ പ്രോസിക്യൂഷന് പറയാനുള്ള കാര്യങ്ങളും കേട്ടു. പ്രധാനമായും സാധാരണ എല്ലാ കേസിലും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് പ്രതികൾ പറയാറുള്ളത് പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഈ കേസിലെ 6 പ്രതികളും പൾസർ സുനി അടക്കമുള്ള 6 പ്രതികളും പറഞ്ഞത്. ഇതിൽ പൾസർ സുനി അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അമ്മയ്ക്ക് വെർട്ടിഗോ രോഗമുണ്ട്. അമ്മയ്ക്ക് താൻ മാത്രമാണ് ആശ്രയം. അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് അനുവദിക്കണമെന്ന ആവശ്യമാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ മാർട്ടിൻ ആൻ്റണിയാണ് നടിയെ തൃശ്ശൂരിലെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നത്. മാർട്ടിൻ ആൻ്റണിയാണ് കേസിലെ 2ാം പ്രതി. മാർട്ടിൻ ആൻ്റണി പറയുന്നത് തനിക്കെതിരെ ഒരു പെറ്റി കേസ് പോലുമില്ല, തൻ്റെ ഒരു പശ്ചാത്തലം കൂടി പരിഗണിക്കണം. വീട്ടിൽ അതീവ ദരിദ്രമായ ഒരവസ്ഥയിലാണ്. ആ കാര്യങ്ങളൊക്കെ മാർട്ടിൻ ആൻ്റണി പറയുന്നുണ്ട്. ഒപ്പം ഈ കേസിലെ 3ാം പ്രതിയായ മണികണ്ഠൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഈ കോടതിയിൽ എത്തിയിരുന്നു. തനിക്ക് 6 വയസ്സും ഒപ്പം തന്നെ 2.5 വയസ്സും പ്രായമായ 2 മക്കളാണുള്ളത്. ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തിന് താനാണ് ആശ്രയം. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ജീവിത സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്നാണ് മാർട്ടിൻ ആൻ്റണി പറഞ്ഞത്. ഒപ്പം ഈ കേസിലെ VP വിജീഷും തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല. ഒപ്പം തന്നെ വിജീഷിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് പ്രതിക്ക് മാനസാന്തരം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി കോടതി പരിഗണിക്കണമെന്നാണ്. അപ്പം ഈ കേസിലെ 5ഉം 6ഉം പ്രതികളായ H. സലീമും ഒപ്പം തന്നെ പ്രദീപും ഇവർ പറഞ്ഞത് തങ്ങൾ നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടില്ല, ഇതിൽ വന്നു പെട്ടുപോയതാണ്. അതുകൊണ്ട് തങ്ങൾക്ക് ശിക്ഷ ഇളവ് നൽകണം, കഠിനമായ ശിക്ഷയൊന്നും നൽകരുത്, തടവ് നൽകരുത്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇവർ കോടതിയിൽ ബോധിപ്പിച്ചത്. ഈ കാര്യങ്ങളും പ്രതിഭാഗത്തിൻ്റെയും ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെയും വാദങ്ങൾ കോടതി കേട്ടു. രാവിലെ 11 മണിയോടുകൂടി നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ ഈ കേസിൽ ഈ പ്രതികൾക്ക് പറയാനുള്ളതും ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെയും വാദങ്ങളും ഒക്കെ കോടതി കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ പരമാവധി ശിക്ഷ, അതായത് കൂട്ടബലാത്സംഗം തെളിഞ്ഞിട്ടുണ്ട്. പൾസർ സുനിയാണ് ഈ അതിജീവിതയെ ലൈംഗികമായി ഉപദ്രവിച്ചത് എന്ന് പറയുമ്പോൾ പോലും മറ്റു ഉള്ള പ്രതികളെല്ലാവരും തന്നെ, അതായത് 2 മുതൽ 6 വരെയുള്ള പ്രതികൾ കൃത്യമായി കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ആളുകളാണ്. അതായത് 1ാം പ്രതിയായ പൾസർ സുനിക്ക് നടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ കഴിഞ്ഞത് ഈ 2 മുതൽ 6 വരെയുള്ള പ്രതികളുടെ സഹായം ലഭിച്ചതുകൊണ്ട് മാത്രമാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ തെളിഞ്ഞിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. എന്തായാലും 1ാം പ്രതി പൾസർ സുനിയാണ്. പൾസർ സുനിക്ക് സഹായം നൽകിയ 2 മുതൽ 6 വരെയുള്ള പ്രതികളെല്ലാം തന്നെ കുറ്റകൃത്യത്തിൽ ഒരുപോലെ പങ്കെടുത്തയാളാണ്. ഈ പൾസർ സുനി, മുഖ്യപ്രതിയായ പൾസർ സുനിക്ക് മാതൃകാപരമായ ഒരു ശിക്ഷ നൽകണമെന്നതിനെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അതേപോലെ നിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 മുതൽ 6 വരെയുള്ള പ്രതികൾ അവരും പൾസർ സുനിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തതാണ്. ഈ അതിജീവിതയെ അത്രത്തോളം ക്രൂരമായി പീഡിപ്പിക്കാൻ സഹായങ്ങൾ നൽകിയതാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെയും കൃത്യമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. അത് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളം കാത്തിരിക്കുന്ന ഒരു വിധി അത് മാതൃകാപരമായിരിക്കുമെന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? അങ്ങനെ തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. കാരണം ഈ 8.25 വർഷത്തിന് ശേഷം ഈ ഒരു പ്രമാദമായ കേസിൽ വിധി വരുമ്പോൾ അത് മാതൃകാപരമായ ഒരു ശിക്ഷയാവണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. അപ്പോൾ കോടതി ചോദിച്ചത് സമൂഹത്തിന് വേണ്ടിയാണോ വിധി എഴുതുന്നത് എന്നുള്ള മറുചോദ്യം കോടതി ചോദിക്കുകയുണ്ടായി. എന്തായാലും ഈ പൾസർ സുനിയാണ് 1ാം പ്രതി. പൾസർ സുനിയാണ് ഇത്തരത്തിൽ നടിയെ ക്രൂരമായി പീഡിപ്പിച്ചത്. ബാക്കി പ്രതികളെല്ലാവരും ഇതിന് കൂട്ടുനിന്നു. കൃത്യത്തിന് കൂട്ടുനിന്ന പ്രതികൾ, അല്ലെങ്കിൽ ഈ 1ാം പ്രതിക്ക് എല്ലാ സഹായവും നൽകി കൂട്ടുനിന്ന പ്രതികൾക്കും ഈ 1ാം പ്രതിയുടേത് പോലെ തന്നെ ബലാത്സംഗ കുറ്റത്തിന് ശിക്ഷ വിധിക്കണമെന്ന് കോടതി പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുമ്പോൾ എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ വിധിക്കാനാകുമോ എന്നാണ് കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചത്. എന്തായാലും പൾസറിനും ബാക്കിയുള്ള പ്രതികൾക്കും ബലാത്സംഗ കുറ്റത്തിന് ഒരേ ശിക്ഷ എങ്ങനെ നൽകുമെന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രതികളുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പ്രോസിക്യൂഷനോട് കോടതി ചോദിക്കുകയുണ്ടായി. ഒപ്പം ഈ യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിപ്പുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. എന്തായാലും പ്രതികൾക്ക് മാനസാന്തരം ഉണ്ടാകാനുള്ള സാഹചര്യമൊക്കെ പരിഗണിക്കേണ്ട എന്ന് പ്രതിഭാഗം വാദം ഉയർത്തിയപ്പോൾ കോടതി ആ കാര്യങ്ങളൊക്കെ തന്നെ പ്രോസിക്യൂഷനോടും ചോദിക്കുകയുണ്ടായി. എന്തായാലും ഈ അതിജീവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഇന്നും കോടതി ചോദിച്ചിരുന്നു. പക്ഷേ അതിജീവിതയുടെ അഭിഭാഷക ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ സമയം 3:35 ആയിട്ടുണ്ട്. ഈ കോടതി നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഈ കേസിൽ 8.25 വർഷത്തിന് ശേഷം വിധി വരുമ്പോൾ 2.25, അതായത് 2017 ഫെബ്രുവരി 17-ന് തൃശ്ശൂർ മുതൽ എറണാകുളം വരെ, എറണാകുളത്തെ വെണ്ണല, കാക്കനാട് വരെയുള്ള ഇടങ്ങളിൽ
ഒരു പെൺകുട്ടി അനുഭവിച്ച അതിക്രൂരമായ ഒരു ആക്രമണം, അതിന് മാതൃകാപരമായ ശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പല തവണയായി ആവശ്യപ്പെടുന്നത്. എന്തായാലും പ്രതികൾക്ക് പറയാനുള്ളത് കേട്ടു, പ്രോസിക്യൂഷൻ്റെ ഭാഗം കേട്ടു, എല്ലാം കേട്ടുകഴിഞ്ഞ് കോടതി ഇപ്പോൾ മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെ ഈ പ്രതികൾക്ക് നൽകും. അതായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആവശ്യവും. എന്തായാലും കേരളം കാത്തിരിക്കുന്ന ആ ഒരു വിധിക്ക് ഇനി നിമിഷങ്ങളുടെ മാത്രം ദൈർഘ്യമേ ഉള്ളൂ. ഈ ക്രൂരപീഡനത്തിന് ഇരയായ അതിജീവിത, ഈ കേസിൻ്റെ തുടക്കമെന്ന് പറയുന്നത് അങ്കമാലി കോടതിയിലാണ്. അങ്കമാലി കോടതിയിൽ നിന്നും ആ കേസ് എറണാകുളം CJM കോടതിയിലെത്തി. അവിടുന്ന് ഈ കേസിൽ അതിജീവിത അടക്കമുള്ള ആളുകൾ, അതിജീവിത ഹൈക്കോടതിയെയും ഒപ്പം തന്നെ സുപ്രീം കോടതിയെയും ഒക്കെ സമീപിച്ചിരുന്നു. തനിക്ക് നീതിക്കായി അവർ നടത്തിയ പോരാട്ടം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും തുടർന്ന് സുപ്രീം കോടതി ഈ കേസ് തള്ളിയതോടുകൂടി വീണ്ടും ഈ കേസ് CJM കോടതിയിൽ വരികയായിരുന്നു. ഈ വിസ്താരമൊക്കെ പൂർത്തിയായി, നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകാനായി ഏതാണ്ട് 8.5 വർഷത്തിലധികം സമയമെടുത്തു. ഇത്രയും കാലത്തിനിടയിൽ പല പല സംഭവ വികാസങ്ങൾ ഈ കേസിലുണ്ടായി. പല ആളുകളും 28ഓളം പേർ ഈ കേസിൽ, ഈ അതിജീവിതയുടെയും ഒപ്പം തന്നെ പ്രതിയാണ് എന്ന് ചിത്രീകരിക്കപ്പെട്ട ആളുടെയും ഒക്കെ സുഹൃത്തുക്കളും സിനിമാ മേഖലയിലുള്ളവരും ഒക്കെ ആയിട്ടുള്ള ആളുകളായ ഏതാണ്ട് 28ഓളം പേർ ഈ കേസിൽ കൂറുമാറിയിട്ടുണ്ട്. ഈ 261 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 833 രേഖകൾ ഹാജരാക്കി. തുടർച്ചയായി ഈ 438 ദിവസങ്ങൾ ഇതിൽ കേസിൽ വിസ്താരം നടന്നു. 28 പേരാണ് മൊഴി മാറ്റിയത്. വീണ്ടും ഏതാണ്ട് ഈ 8.5 വർഷത്തോളം നീണ്ട നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകുമ്പോൾ കേരളം കാത്തിരിക്കുന്ന ഒരു സുപ്രധാന വിധിയാണ് അല്പസമയത്തിനകം തന്നെ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും വരുന്നത്. എന്തായാലും ജസ്റ്റിസ് ഹണിയം വർഗീസ് അല്പസമയത്തിനകം തന്നെ ഈ കേസ് പരിഗണിക്കും. ഈ കേസിൽ 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി മണികണ്ഠൻ, 4-ാം പ്രതി VP വിജീഷ്, 5-ാം പ്രതി H സലീം, 6-ാം പ്രതിയായ പ്രദീപ്, ഇവരാണ് ഇപ്പോൾ ഈ ശിക്ഷ കാത്ത് കോടതിക്കുള്ളിലുള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ കേസിൽ വിധി പ്രസ്താവിക്കും. KP. യെസ്, നിഷ തുടരുക. മിഥുൻ അയ്യപ്പനിലേക്ക് വീണ്ടും. മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 8.5 വർഷത്തോളം കാത്തിരുന്ന ഒരു വിധിയാണ്. അതിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച നിരവധി കുറുമാറ്റങ്ങളുണ്ടായി, വാദപ്രതിവാദങ്ങളുണ്ടായി. ഒടുവിലിതാ അതീവ നിർണായകമായ ഒരു വിധി പ്രഖ്യാപനത്തിലേക്ക് കോടതി എത്തിച്ചേരുമ്പോൾ ഈ പ്രതികൾ, 6 പ്രതികളും കോടതി നടപടികൾക്ക് വിധേയമാകാൻ അല്ലെങ്കിൽ കോടതിയുടെ വിധി കേൾക്കാൻ അവിടെ വന്നു ചേർന്ന് കഴിഞ്ഞോ? കോടതിയുടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് മിഥുൻ? അല്പസമയത്തിനകം തന്നെ കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. കോടതിയിൽ നിന്ന് പ്രതികൾ പുറത്തു പോയിട്ടില്ല. ഇന്ന് രാവിലെ 11 മണിക്ക് തന്നെയാണ് അവർ കോടതിയിലെത്തിയത്. ആ നിമിഷം മുതൽ കോടതിക്കകത്ത് തന്നെ തുടരുകയാണ്. അവർ ഇടയ്ക്ക് നിന്ന ബ്രേക്കിൽ പക്ഷേ കോടതി വളപ്പിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അവർ അതിനകത്ത് തന്നെയുണ്ട്. വിധി സംബന്ധിച്ചുള്ള പ്രസ്താവം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് കാത്തിരിക്കുന്നത്. അവർ ജഡ്ജ് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത്തരത്തിലുള്ള വിധി പ്രസ്താവിലേക്ക് കടക്കുകയും ചെയ്യും. കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധി പ്രസ്താവം തന്നെയാണുള്ളത്. കഴിഞ്ഞ ഏതാണ്ട് ഒരു 8 വർഷത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ അപ്ഡേഷൻസും വളരെ പ്രാധാന്യത്തോടെയാണ് കേരളം കണ്ടത്. കാരണം നമുക്കറിയാം, കേരളത്തിൽ ഇതിനു മുമ്പില്ലാത്ത വണ്ണം ഒരു സെലിബ്രിറ്റി ഇത്തരത്തിൽ ഒരു റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിനകത്ത് പീഡനത്തിനിരയാകുക, അതിൽ കൊട്ടേഷനാണെന്ന് സംശയം ഉയരുക, സിനിമാ മേഖല ഒന്നാകെ ഈ ഒരു അതിജീവിതയ്ക്കൊപ്പം നിന്നുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പൊതുസമ്മേളനം ഉണ്ടാവുക. ആ സമ്മേളനത്തിൽ മറ്റൊരാളിലേക്ക് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള തരത്തിൽ ഈ നടൻ ദിലീപിലേക്ക് സംശയത്തിന് മുന നീങ്ങുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാവുക. അതിനുശേഷം ദിലീപിൽ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. ദിലീപിന് ഈ കേസിൽ ബന്ധമുണ്ട് എന്ന തരത്തിൽ അതിനെ സാധൂകരിക്കുന്ന പല തെളിവുകൾ പുറത്തു വരുന്നു. ദിലീപ് അറസ്റ്റിലാവുന്നു, ഏതാണ്ട് മാസങ്ങളോളം ജയിലിൽ കഴിയുന്നു. അത്തരത്തിൽ സമാനതകളില്ലാത്ത ഒരു സംഭവ വികാസങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളായി ഈ കേസിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളും ഈ കേസ് മുഖേന കേരളത്തിൽ സംഭവിച്ചു. പല കേസുകളുടെ സമീപനത്തിൽ, ബലാത്സംഗ കേസുകളുടെ സമീപനത്തിൽ, ഒപ്പം തന്നെ പല സംഘടനകൾ, സ്ത്രീപക്ഷ സംഘടനകൾ ഉരുത്തിരിയുന്നതിലേക്ക്, സിനിമാ മേഖലയിൽ വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക്, ഒരുപക്ഷെ ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റായ ഒരു വനിത തന്നെ എത്തുന്ന രീതിയിലേക്ക്, സിനിമാ സംഘടന നേതൃത്വത്തിൽ വനിത എത്തുന്ന രീതിയിലേക്ക്
ചർച്ചകളെത്തി. അങ്ങനെ വലിയ രീതിയിൽ സ്ത്രീ സുരക്ഷ സംബന്ധിച്ചിട്ടുള്ള വലിയ ചർച്ചകളും സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. ആ സംഭവങ്ങൾക്കെല്ലാം പുരോഗമനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചൊരു വിധിയിലേക്ക് വിചാരണ കോടതി എത്തിയത്. പക്ഷേ വിചാരണ കോടതിയുടെ വിധി ഒരു പക്ഷേ പലർക്കും അംഗീകരിക്കാവുന്ന തരത്തിലല്ല എന്നുള്ള നിലയ്ക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയാണ്. അതാണ് പ്രധാന ഈ ഗൂഢാലോചന നടത്തിയത്, അതായത് ഇത്തരത്തിൽ ഈ അതിജീവിയെ പീഡിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ നൽകിയത് ദിലീപാണ് എന്നുള്ള തരത്തിലുള്ള പലരും അത്തരത്തിലുള്ള പ്രചാരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസത്തിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വേണ്ടത്ര തെളിവുകളുടെ അഭാവത്തിലടക്കം ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനാവാതെ ദിലീപിനെ കുറ്റവിമുക്തനാക്കുകയാണ് കഴിഞ്ഞ തവണ കോടതി വിധി പറയാൻ വന്നപ്പോൾ ചെയ്തത്. അതോടുകൂടി ഒരു വിഭാഗം ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സിനിമാ മേഖല ഒരു പക്ഷേ ഭൂരിഭാഗവും ദിലീപിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തുകയും ദിലീപിന് അനുകൂലമായിട്ടുള്ള തരംഗം കേരളത്തിൽ പലയിടത്തും ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ദിവസങ്ങൾക്കകം കുറ്റക്കാരെന്ന് തെളിയിച്ചിട്ടുള്ള ഈ കൊട്ടേഷൻ എടുത്ത ആളുകൾ, അതായത് പൾസർ സുനി, അതുപോലെ തന്നെ മാർട്ടിൻ ആൻ്റണി, മണികണ്ഠൻ അജീഷ് അടക്കമുള്ള 6 പ്രതികളുടെ ശിക്ഷാവിധിയിലേക്ക് കടക്കുന്നത്. ഈ ശിക്ഷാവിധി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിശദമായിട്ടുള്ള വിധിമേലുള്ള വാദം നടന്നു. ഒരു പക്ഷേ ശിക്ഷാവിധിയിലേക്കുള്ള വാദം നീണ്ടു എന്ന് തന്നെ വേണം പറയാൻ. അതിരുകളില്ലാത്ത തരത്തിൽ നീണ്ടു. കാരണം നമുക്കറിയാം നേരത്തെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങൾ പോലും, അതായത് യഥാർത്ഥ പ്രതി ഇപ്പോഴും പുറത്താണ് എന്നടക്കമുള്ള പരാമർശങ്ങൾ കോടതിക്കകത്ത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അത് കോടതി വിലക്കുകയും ചെയ്തു. ആക്ഷേപകരമായിട്ടുള്ള തനിക്കെതിരെയും കോടതിക്കെതിരെയുമുള്ള ആക്ഷേപകരമായിട്ടുള്ള പ്രചാരണം, അതിന് കൃത്യമായിട്ടുള്ള നിയമ നടപടി നേരിടേണ്ടി വരും. ഈ വിധിയെ വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം. പക്ഷേ അതെല്ലാം വിധിയുടെ പകർപ്പ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം അതിലുണ്ടാകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ മറ്റു പ്രതികൾക്ക്, അതായത് പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾക്ക് എന്തായിരിക്കും അവർ ചെയ്ത കൊടും ക്രൂരകൃത്യത്തിന് അവർ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷ എന്താകും എന്നുള്ള കാര്യത്തിലാണ് കാത്തിരിക്കുന്നത്. അതിൽ തന്നെ പല വിധത്തിലുള്ള വീണ്ടും ഒരു നിരാശയ്ക്ക് പലർക്കും വകയുണ്ട്. കാരണം ഇതോടകം തന്നെ കുറച്ചു കാലം ശിക്ഷ അനുഭവിച്ചവരാണ് അവർ. ഒരുപക്ഷെ കടുത്ത ശിക്ഷകളിലേക്ക് പോയില്ലെങ്കിൽ അവർ നിലവിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച അത് ശിക്ഷാ കാലയളവായി പരിഗണിക്കുമോ, അതല്ല ഇന്നത്തെ വിധി പൂർണ്ണമായും അതേപോലെ തന്നെ നടപ്പാക്കുമോ, അതായത് നേരത്തെ ജയിലിൽ കടന്നത് ശിക്ഷയായി പരിഗണിക്കാതെയുള്ള തടവിലേക്ക് പോകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അതെല്ലാം അല്പസമയത്തിനകം വിധിയുടെ വിശദാംശങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകും. ഏതായാലും ഇത് സംബന്ധിച്ച് നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. കഴിഞ്ഞ 8 വർഷത്തോളമായി ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ, അന്വേഷണങ്ങൾ, നിരവധിയായിട്ടുള്ള തെളിവുകൾ, വാർത്തകൾ എല്ലാം തന്നെ കോടതി. ഒപ്പം തന്നെ ഈ കേസിലെ പ്രതികൾ, പൾസർ സുനി അടക്കമുള്ള മറ്റ് പ്രതികൾ, അവർക്ക് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് സ്വാഭാവികമായും പ്രതിഭാഗം ആവശ്യപ്പെട്ടത്. അതിൽ വടിവാൾ സലീമിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് തന്നെ വടിവാൾ പേരിൽ മാത്രമേ ഉള്ളൂവെന്നാണ്. നേരത്തെ ഈ വാദത്തിനിടെ സലീം കോടതി മുറിയിൽ തലകറങ്ങി വീണ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ വലിയ കുറ്റകൃത്യമാണ് ഇവർ ചെയ്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവരുടെ വ്യക്തി ജീവിതത്തെ ആ രീതിയിൽ തുറന്നു കാണിച്ചും അല്ലെങ്കിൽ അവരുടെ കുടുംബ പശ്ചാത്തലം അത്രത്തോളം പരിതാപകരമാണ് എന്നതടക്കം പരാമർശിച്ചുകൊണ്ടും ഈ ശിക്ഷാവിധിയുടെ കാഠിന്യം ലഘൂകരിക്കാനുള്ളൊരു നീക്കമാണ് പ്രതിഭാഗത്തിന്റെ ഭാഗത്തിനും ഉണ്ടാകുന്നില്ലേ. സ്വാഭാവികമായ ഒരു നടപടിക്രമമാണെങ്കിലും അത്തരത്തിലുള്ള ഒരു വാദഗതികൾ തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇവർ കുറ്റവാളികളാണോ അല്ലയോ എന്നുള്ളതെല്ലാം കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞു. ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന ബലാത്സംഗം, കൂട്ടബലാത്സംഗം, അതുപോലെ ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന, അതുപോലെ തന്നെ അന്യായമായി തടങ്കൽ വയ്ക്കൽ, ഒപ്പം അശ്ലീല ചിത്രങ്ങൾ പകർത്തൽ, പ്രചരിപ്പിക്കൽ എന്നടക്കമുള്ള പ്രമുഖമായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ, കുറ്റങ്ങളെല്ലാം തന്നെ ഇവർക്കെതിരെ തെളിഞ്ഞു കഴിഞ്ഞു. ഇവർ കുറ്റക്കാരാണെന്ന് കോടതി വിധിക്കുകയും ചെയ്തു. ഇനിയുള്ളത് ശിക്ഷയിന്മേലുള്ള വാദമായിരുന്നു. അപ്പോൾ പരമാവധി ശിക്ഷ കുറയ്ക്കുക
പരിഗണിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്നത്. മറ്റു വാദങ്ങളെല്ലാം തന്നെ ഒരു വാദമായി ഉന്നയിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കോടതി അത്തരം കാര്യങ്ങളൊന്നും തന്നെ പരിഗണനയ്ക്ക് എടുക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ആ പൊതുവെയുള്ള ഈ വിധിയെ, അതായത് ശിക്ഷാവിധിയെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ഇപ്പോൾ ഈ ശിക്ഷ കുറയ്ക്കുന്നതിന് വേണ്ടി പരിഗണിക്കുക എന്ന് പറയുന്നത് ഇവരൊരു ഹാബിച്വൽ ഒഫൻഡർ അല്ല, ഒരു നിരന്തര കുറ്റവാളികളല്ല എന്ന് തെളിയിക്കുക, അവർക്ക് മാനസാന്തരം ഉണ്ടാകാനുള്ളൊരു സാധ്യത സംബന്ധിച്ച് കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുക, ഇവരുടെ കുടുംബ പശ്ചാത്തലവും ഇവരുടെ ആശ്രിതരുമായുടെ അരക്ഷിതാവസ്ഥയും എല്ലാം തന്നെ കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കുക. അത് നിയമത്തിൻ്റെ പഴുതിയിലൂടെ അത്തരത്തിൽ അവർക്ക് പരമാവധി ശിക്ഷയിൽ നിന്ന് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ വാദത്തിൻ്റേതായിട്ടുള്ളൊരു ആവശ്യം. അത്തരത്തിലുള്ള ഉയർന്ന ആവശ്യത്തിൻ്റെ പേരിലാണ് ആ പ്രതികളെല്ലാം ഇത്തരത്തിൽ കോടതിയിൽ ആ വാദം ഉന്നയിച്ചത്. ആ പ്രതികൾ പൾസർ സുനി പറഞ്ഞത് വീട്ടിൽ അമ്മ മാത്രമുള്ള അമ്മയ്ക്ക് ഗുരുതരമായുള്ള രോഗമുണ്ട് എന്നുള്ളതാണ്. മാർട്ടിൻ കോടതിയിൽ പൊട്ടിക്കരിയുകയാണ് ചെയ്തത്. മാർട്ടിൻ ആൻ്റണി ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് താൻ കഴിഞ്ഞ 5.5 വർഷം ജയിലിൽ കിടന്നതെന്നും രോഗികളായിട്ടുള്ള മാതാപിതാക്കളുണ്ടെന്നും ഒരു പെറ്റിക്കോസ് പോലും തനിക്കെതിരെ ഇല്ല എന്നുമാണ് മാർട്ടിൻ കോടതിയിൽ പറഞ്ഞത്. അതുപോലെ തന്നെ മണികണ്ഠൻ മറ്റു പ്രതികളുമായി താൻ ഒന്നും കൂടിയാലോചിച്ചിട്ടില്ല, താൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല, മനസ്സറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല എന്നും താൻ പെട്ടുപോയതാണെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ കാര്യവും അക്കാര്യത്തിൽ പറഞ്ഞു. ഈ കുടുംബം താൻ മാത്രമാണ് കുടുംബത്തിൻ്റെ ഒരു ആശ്രയം എന്നുള്ള രീതിയിൽ പറഞ്ഞു. വിജീഷ് പറഞ്ഞത്, ഈ വടിവാൾ വിജീഷ് എന്ന് പറയുന്ന വിജീഷ് പറഞ്ഞത് നാട് തലശ്ശേരിയിലാണ്, കണ്ണൂർ ജില്ലയിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. അതായത് തടവ് ശിക്ഷ കണ്ണൂർ ജില്ലയിലേക്ക് മാറ്റണം, കുടുംബത്തിന് യാത്രയ്ക്കൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടി. അത് സ്വാഭാവികമായിട്ട് ഈ ശിക്ഷാവിധിയുമേൽ ഉന്നയിക്കുന്ന വാദമാണ്, ഒരാവശ്യമാണ്. സലീം പറഞ്ഞിരിക്കുന്നത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഭാര്യയും ഒരു വയസ്സുള്ള പെൺകുട്ടിയും തനിക്കുണ്ട് എന്നുള്ളതാണ് സലീം കോടതിയിൽ പറഞ്ഞത്. പ്രദീപും കോടതിയിൽ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കോടതിയിൽ അരങ്ങേറിയത്. ഈ വാദങ്ങൾ മാത്രമാണ് കോടതി ഈ ഒരു ഘട്ടത്തിൽ പരിഗണിക്കുക. കാരണം ശിക്ഷ ഇവർ കുറ്റക്കാരാണെന്ന് വിധിച്ചു കഴിഞ്ഞു. ഇനി ഇവർക്ക് എന്താണ് ശിക്ഷ എന്നതിൽ മാത്രമാണ് ചർച്ച അല്ലെങ്കിൽ വാദം നടന്നത്. ആ ഘട്ടത്തിൽ പരിഗണിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ മാത്രമാണ്. അത് പരിഗണിച്ചിട്ടുണ്ടോ അതോ നേരത്തെ പ്രോസിക്യൂഷൻ അവകാശപ്പെട്ടതുപോലെ ഇതിൽ മറ്റ് നിയമ പഴുതുകൾ ഇവർക്ക് പരമാവധി ശിക്ഷ കുറയ്ക്കേണ്ട നടപടിയിലേക്ക് പോകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും സമൂഹത്തിന് മാതൃകയാവുന്ന തരത്തിൽ ഒരു സ്ത്രീകൾക്കെതിരെയുള്ള കർശന നടപടികൾ, സ്ത്രീകൾക്കെതിരെ ഒരു അക്രമം ഉണ്ടായിക്കഴിഞ്ഞ് കർശനമായിട്ടുള്ള നിയമത്തിൻ്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനാകില്ലെന്നും കർശനമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്നുമുള്ള കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം സമൂഹത്തിന് നൽകുന്ന തരത്തിലേക്ക് ഈ ഒരു ശിക്ഷാവിധി അത്തരത്തിലുള്ളൊരു സന്ദേശമാകണം നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുള്ള 6 പ്രതികൾക്കും ഒരേ തരത്തിലുള്ള കടുത്ത ശിക്ഷയിലേക്ക് നീങ്ങണമെന്ന് കോടതിയോട് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൾസർ സുനി മാത്രമാണ് ഈ ബലാത്സംഗത്തിൽ നേരിട്ട് പങ്കെടുത്തത്, മറ്റുള്ളവർ കൂട്ടുനിന്നു എന്നുള്ളത് മാത്രമായതിനാൽ എല്ലാവർക്കും അവരുടെ ശിക്ഷയ്ക്കനുസരിച്ച് ഓരോ പ്രതികൾക്കും അതാത് കുറ്റത്തിനനുസരിച്ചുള്ള ശിക്ഷ വിധിക്കാനാണ് സാധ്യത. അത്തരത്തിലുള്ള പരാമർശമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും 3:30 വിധി പ്രഖ്യാപനം ഉണ്ടാവുക. ഇപ്പോൾ 3:48 പിന്നിട്ടിരിക്കുകയാണ്. ഏകദേശം അല്പസമയത്തിനകം തന്നെ ഈ നിർണായകമായ വിധി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായിട്ടും ജഡ്ജ് കോടതിയിൽ എത്തിക്കഴിഞ്ഞ് ഉടനെ തന്നെ ഇത് സംബന്ധിച്ചുള്ള നടപടിയിലേക്ക് നീങ്ങും. വലിയ കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം വാദം പൂർത്തിയായി കഴിഞ്ഞു. അത്തരത്തിൽ വാദം പൂർത്തിയായതിനാൽ കൂടുതൽ സമയമെടുത്ത് ഇതിൽ ഇനിയൊരു ചർച്ചയുടെയോ അല്ലെങ്കിൽ ഒരു വാദത്തിൻ്റെയോ കാര്യം ഇല്ല എന്നുള്ളതാണ്. ജഡ്ജ് എത്തിക്കഴിഞ്ഞാൽ നേരെ തന്നെ ഈ കോടതിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് വിധി പറഞ്ഞ് മടങ്ങാനാണ് സാധ്യത. അതിൽ പൾസർ സുനി അടക്കമുള്ള ഈ 6 പ്രതികൾക്കും എന്താണ് ശിക്ഷ എന്നുള്ളത് മാത്രം പ്രസ്താവിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കോടതിയിൽ ജഡ്ജ് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ 5, 10, 15 മിനിറ്റിനകം തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കി അവസാനിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ അതിനുശേഷം കോടതിക്കകത്തുള്ള 6 പ്രതികളെയും കോടതി ഉത്തരവിൻ പ്രകാരം എവിടേക്കാണ് മാറ്റുന്നത്? ഒരു പക്ഷേ അവരെ ഇത്ര നേരം അവർ ഇവിടെയാണ് വിയ്യൂർ ജയിലിലാണ് ഉണ്ടായിരുന്നത്, അവിടേക്ക് തന്നെ കൊണ്ടുപോകുമോ? അല്ലെങ്കിൽ അതെല്ലാം ഈ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ പ്രാഥമികമായി മറ്റെവിടേക്കെങ്കിലും മാറ്റിയതിന് ശേഷം വിശദമായ വിധി പകർപ്പിനെ അനുസരിച്ച് മറ്റ് നടപടിക്രമങ്ങൾ തന്നെ പൂർത്തിയാക്കി. അതായത് വിയ്യൂർ ജയിലിലാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അവിടെ നിന്ന് ജയിൽ മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഈ വിധി
വിധി പകർപ്പ് ജയിലിലെത്തേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി അവരെ പ്രസ്തുത ജയിലിലേക്ക്, വിധി നിർദ്ദേശിക്കുന്ന ജയിലിലേക്ക് ഉടൻ തന്നെ മാറ്റും. അത്തരമാണ് നടപടിക്രമങ്ങൾ ഇനി ശേഷിക്കാനുള്ളത്. അതുമാത്രമാണ് ശേഷിക്കാനുള്ളത്. ഇപ്പോൾ വിധി അല്പസമയത്തിനകം വരും. ആ വിധിക്കായി സമൂഹം ഇനി മറ്റൊരു സ്ത്രീക്ക് നേരെയും ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ ഉണ്ടാവാത്ത വിധം പ്രതികൾക്കെതിരെ കടുത്ത ശിക്ഷ വേണം എന്നുള്ളത് തന്നെയാണ് സമൂഹത്തിൻ്റെ ഭൂരിപക്ഷമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായത്തിനല്ല, തെളിവുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ മറുപടിയായി കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിധിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉടൻ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവത്തിലേക്ക് കടക്കും. ജഡ്ജി എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കേരളം കാത്തിരിക്കുന്ന വിവരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുരേഷ്. യെസ്, മിഥുൻ തുടരുക. നിഷ ദിലീപിലേക്ക് ഒരിക്കൽ കൂടി. നിഷ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, അല്പസമയത്തിനകം തന്നെ കോടതിയുടെ നിർണായകമായ വിധി പ്രഖ്യാപനമുണ്ടാകും. സ്വാഭാവികമായ നടപടിക്രമങ്ങളുടെ ചില കാലതാമസമാണ് അല്പം നീണ്ടുപോകാൻ കാരണം. ഇവിടെ ഓരോ പ്രതികളും തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പ്രതിഭാഗം അത്തരത്തിലുള്ള വിശദീകരണവും ന്യായീകരണവുമാണ് കോടതി മുറിക്കുള്ളിൽ നടത്തിയത്. പക്ഷേ കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ രീതിയിൽ ഇവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ആ രീതിയിൽ തന്നെയാണ് ഇനി ശിക്ഷ പ്രഖ്യാപിക്കാനും പോകുന്നത്. അതുകൊണ്ട് ഒരു ജീവപര്യന്തം തടവ് ശിക്ഷ ഒന്നാം പ്രതിക്ക് നൽകണം എന്നുള്ള ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. സമാനമായ രീതിയിലുള്ള കാഠിന്യമുള്ള മാതൃകാപരമായ ശിക്ഷാവിധി മറ്റ് പ്രതികൾക്കും നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തി സുപ്രധാനമായ ഒരു വിധി, അത് കേരളത്തിന്റെ മാതൃകാപരമായ ഒരു വിധി ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല, അല്ലേ? KP അങ്ങനെ തന്നെയാണ്. ഈ വിചാരണ കോടതിയിൽ നടപടികൾ തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ കേസിൽ വിചാരണ കോടതിയുടെ ശിക്ഷ ജഡ്ജി പ്രഖ്യാപിക്കും. ഇതിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും ആവശ്യപ്പെട്ടത് ഈ കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി ക്ക് നൽകുന്ന അതേ ശിക്ഷ തന്നെ മറ്റു പ്രതികൾക്കും നൽകണമെന്നാണ്. കാരണം ബലാത്സംഗ കുറ്റം പോലെ തന്നെ കുറ്റകരമായ ഒരു കാര്യം തന്നെയാണ് ഈ ബലാത്സംഗത്തിന് കൂട്ടുനിന്നത്, എല്ലാ സഹായവും നൽകിയത്. ഈ പൾസർ സുനി നടിയെ ബലാത്സംഗം ചെയ്യുമ്പോൾ മറ്റ് പ്രതികൾ പൾസർ സുനിക്ക് ആവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്തു നൽകിയവരായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആദ്യം മുതൽ തന്നെ വാദം ഉന്നയിച്ചത്. എന്നാൽ ഈ കേസിൽ എല്ലാവർക്കും ഒരേപോലെ ശിക്ഷ നൽകേണ്ടതുണ്ടോ എന്നാണ് കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചത്. ഈ പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളും അങ്ങനെ തന്നെയാണ്. കാരണം ഈ 2 മുതൽ 6 വരെയുള്ള പ്രതികളുടെ അഭിഭാഷകർ പറഞ്ഞത് തങ്ങളുടെ കക്ഷികളൊന്നും തന്നെ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരല്ല. ഇതിൽ പ്രധാനമായും ഈ 5ഉം 6ഉം പ്രതികൾ ഒക്കെ ഒരു തെറ്റും ചെയ്യാത്തവരാണ്, മനസ്സറിയാതെ ചെയ്ത കാര്യങ്ങളാണ് എന്നൊക്കെയായിരുന്നു പ്രതിഭാഗം അഭിഭാഷകർ വാദം ഉന്നയിച്ചത്. ഒപ്പം തന്നെ ഈ മാർട്ടിൻ്റെയും വിജീഷിൻ്റെയും ഒക്കെ കുടുംബ പശ്ചാത്തലം കൂടി കണക്കിലെടുക്കണം. തീരെ ദരിദ്രമായ അവസ്ഥയിൽ കഴിയുന്നവരാണ്. 1.5 സെൻറ്റ് സ്ഥലത്ത് വീട് വെച്ച് കഴിയുന്നയാളാണ് ഈ വിജീഷ് എന്ന് പറയുന്നയാൾ. ഭാര്യയ്ക്കും ചെറിയ കുഞ്ഞുങ്ങളാണ്, അവർക്കൊക്കെ ആശ്രയം അവർ മാത്രമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ ഈ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകർ, ഓരോ പ്രതികളുടെയും അഭിഭാഷകർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും പൾസർ സുനിയുടെ അഭിഭാഷകൻ പറഞ്ഞത് ഇതൊരു ക്രൂരമായ ഒരു പീഡനമല്ല നടന്നത്, അതുകൊണ്ട് പരമാവധി ശിക്ഷയ്ക്കൊന്നും അർഹനല്ല, ആ കാര്യങ്ങൾ കൂടി കോടതി പരിഗണിക്കണമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്നത് പൾസർ സുനിയുടെ കാര്യത്തിലാണ്. ഒപ്പം തന്നെ IT ആക്ട് അനുസരിച്ച് 1-2 പ്രതികൾക്ക് ശിക്ഷ ലഭിക്കാനുള്ളതാണ്. കാരണം ഈ നടിയെ ബലാത്സംഗം ചെയ്യുകയും ഈ ദൃശ്യങ്ങൾ പകർത്തുകയും അത് ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കുകയും ഒക്കെ ചെയ്തത് കുറ്റകൃത്യം തന്നെയാണ്. അതുകൊണ്ട് ഇതിന് പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള കാര്യം തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. 20 വർഷം കഠിന തടവ്, ഒപ്പം തന്നെ ജീവപര്യന്തം, ഈ കാര്യങ്ങളെല്ലാം ഈ രീതിയിലുള്ള ശിക്ഷ തന്നെ വേണമെന്നാണ്, പരമാവധി ശിക്ഷ നൽകണമെന്നാണ്. അതും ഓരോ പ്രതികൾക്കും അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്തായാലും ഈ പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും ഒക്കെ തന്നെ വാദങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അല്പസമയത്തിനകം തന്നെ, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ, എപ്പോൾ വേണമെങ്കിലും ഈ ഒരു കേസിൽ കേരളം കാത്തിരുന്ന 8.25 വർഷത്തിന് ശേഷം കേരളം കാത്തിരുന്ന ഒരു വിധി വരും. ഈ വിധി വരുമ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ശിക്ഷാവിധി സമൂഹത്തിന് മാതൃകയായിരിക്കണം. ഇത് മാത്രമല്ല, ഇനിയും ഈ രീതിയിൽ ആരെങ്കിലും
കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ അവർക്കൊക്കെ മാതൃകയാകുന്ന രീതിയിലുള്ളൊരു ശിക്ഷാവിധി ആയിരിക്കണം ഈ ഒരു കേസിൽ ഉണ്ടാവേണ്ടത് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്തായാലും ഈ പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിജീവിതയ്ക്ക് പറയാനുള്ള അത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇന്നും കോടതി ചോദിക്കുകയുണ്ടായി. പക്ഷേ അതിജീവിതയുടെ അഭിഭാഷക ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല. അതിജീവിതയുടെ അഭിഭാഷക ഈ കോടതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു 11 മണിയോടുകൂടി കോടതിയിലെത്തിയിരുന്നു. അതിജീവിതയ്ക്ക് ഭീഷണിയുണ്ട്, ഒപ്പം തന്നെ ഈ കേസ് ഇവർക്കൊപ്പം നിന്ന് തനിക്ക് ഭീഷണിയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. തനിക്ക് ഇന്ന് വൈകിട്ട് വരെ 12-ാം തീയതി വൈകിട്ട് വരെ തനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. താൻ ഇനി മുതൽ അതിജീവിതയുടെ അഭിഭാഷകയല്ല, താൻ വെറും ഒരു അഡ്വക്കേറ്റ് മാത്രമാണ് എന്ന കാര്യമൊക്കെയാണ് അവർ പറഞ്ഞിട്ട് പോയത്. എന്തായാലും ഈ കാര്യത്തിൽ വളരെ വലിയ സമ്മർദ്ദം താൻ അനുഭവിക്കുന്നുണ്ട് എന്ന് അതിജീവിതയുടെ അഭിഭാഷകയായ അഡ്വക്കേറ്റ് ടി ബി മിനി രാവിലെ കോടതിയിൽ വന്നപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അവർ പക്ഷേ ഇന്ന് കോടതിയിൽ ഹാജരായില്ല. ഇന്നും കോടതി ചോദിച്ചു, ഈ ക്രൂരപീഡനത്തിന് ഇരയായത് അതിജീവിതയാണ്, ആ കുട്ടിക്കും നീതി വേണം, അതിജീവിതയുടെ അഭിഭാഷകയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴും അതിജീവിതയുടെ അഭിഭാഷക ഹാജരായിരുന്നില്ല. എന്തായാലും നമുക്കറിയാം, ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ ഒരുപോലെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു ക്രൂരമായ ഒരു കുറ്റകൃത്യം ബലാത്സംഗം. ഇതിൽ കോടതിയിൽ തെളിഞ്ഞ പല കാര്യങ്ങളാണ്. ബലാത്സംഗം, അന്യായമായി തടങ്കലിൽ വയ്ക്കൽ, ഉപദ്രവിക്കൽ, കൂട്ടം ചേർന്ന് ഉപദ്രവിക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഒപ്പം തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള എല്ലാ അതിക്രമങ്ങളും, അതിനൊക്കെ ആ കുറ്റങ്ങളൊക്കെ തന്നെ തെളിഞ്ഞിട്ടുണ്ട് എന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ പ്രതികൾ പങ്കാളികളായിട്ടുണ്ട് എന്നതിന് തെളിവും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. ഇനിയിപ്പോൾ ഈ പ്രതികളുടെ അഭിഭാഷകർ പറയുന്നത് പോലെ ആ പ്രതികളുടെ അഭിഭാഷകർക്ക് തങ്ങളുടെ കക്ഷികൾക്ക് വേണ്ടി എന്തും പറയാം. പക്ഷേ ഇതിൽ എല്ലാത്തിലും തന്നെ ഓരോ പ്രതികളുടെയും പങ്ക് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ പ്രതികൾക്കും അവർ ചെയ്ത കുറ്റത്തിന് കൃത്യമായ പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും ഈ മുഖ്യപ്രതിയായ കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനിക്ക് എന്ത് ശിക്ഷ, പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം ഏത് രീതിയിലാണ് കോടതി പരിഗണിക്കുന്നത് അതൊക്കെ തന്നെ ഏതായാലും നിമിഷങ്ങൾക്കകം തന്നെ അറിയാം. എന്തായാലും ഈ ഓരോരുത്തരും അവരുടെ വീട്ടിലെ പ്രാരാബ്ദങ്ങളും തങ്ങളെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന കുടുംബത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പറയുന്നത്. അസുഖബാധിതരായ മാതാപിതാക്കളുടെയും ഭാര്യയുടെയും ചെറിയ കുട്ടികളുടെയും അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. ചില സ്വാഭാവികമായ പ്രതികരണങ്ങളും ആവശ്യങ്ങളും മാത്രമാണ് നിയമവ്യവസ്ഥയിൽ ഇത്തരം കുറ്റവാളികളാകുന്ന പ്രതികൾ സാധാരണഗതിയിൽ കോടതിക്ക് മുൻപാകെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തന്നെയാണ്. അതൊക്കെ കോടതി എങ്ങനെ പരിഗണിക്കുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം.